എല്ലാവർക്കും നമസ്കാരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ഇന്നിപ്പം നമ്മുടെ എല്ലാ ഗ്രഹങ്ങളിലും രാമായണത്തിൻ്റെ പ്രസക്തിയെ സംബന്ധിച്ച് വളരെ കൃത്യമായ രീതിയിൽ ഓർത്തുകൊണ്ട് ആചരിക്കപ്പെടുകയാണ്. ആദികവി രാമായണം നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് രചിക്കപ്പെട്ട ഇതിലെ കഥയും കഥാസന്ദർഭങ്ങളിലും സമകാലിക ജീവിതത്തിലെ പ്രത്യേകിച്ച് കലിയുഗത്തിലെ മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ആകമാനം ഉള്ള ചില നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. അതിനെ കൃത്യമായി തുടർന്ന് കൊണ്ടുപോകുന്നതിന് നിത്യപാരായണം ആദ്യകാലത്ത് ഓരോ ഗ്രഹങ്ങളിലും ഉണ്ടായിരുന്നു. അത് പിന്നീട് ഇടയ്ക്കെപ്പോഴും നഷ്ടപ്പെട്ടു. അതിൻ്റെ പ്രസക്തി മനസ്സിലാക്കി ആധുനിക കാലഘട്ടത്തിൽ ഒരു മാസം ഈ കർക്കിടക മാസത്തെ രാമായണ മാസാചരണമായിട്ട് നമ്മൾ ആചരിച്ചു പോരുന്നു. എന്തിനാണ് ഈ കർക്കിടക മാസം തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ, ഈ 12 മാസങ്ങളിൽ കർക്കിടക മാസം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിനും ശരീരത്തിൻ്റെയും പ്രതിരോധ ശക്തി കുറയുന്ന ഒരു കാലഘട്ടമാണ്. പഞ്ഞക്കർക്കിടകം എന്നൊക്കെ പറയും. അപ്പോൾ ഈ പ്രതിരോധ ശക്തി മനസ്സിൻ്റെയും ശരീരത്തെയും കുറയുമ്പോൾ അതിനെ കൂടുതൽ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മാസത്തിൽ സ്പിരിച്വൽ ആത്മീയമായ ചിന്തകളിലൂടെ ചിട്ടകളിലൂടെ അതിനെ പുനരുജ്ജീവനം കൊടുക്കുക. അതിന് ഇത്രയും ഉത്തമമായ മറ്റു ശ്രേഷ്ഠ ഗ്രന്ഥം ഇല്ല എന്നുള്ളതാണ്. മനുഷ്യ മനസ്സിനെ സംബന്ധിച്ച് വിവരിക്കുന്ന നമ്മുടെ ആത്മീയമായ ഹൈന്ദവമായ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും കഥകളും എല്ലാം സിംബോളിക്കാണ്, പ്രതീകാത്മകമാണ്. രാമായണത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ ഒന്ന് കണ്ണോടിച്ചാൽ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സാക്ഷാൽ ശ്രീരാമനും ലക്ഷ്മണനും സീതയും ഹനുമാനും, പിന്നൊരു വില്ലൻ കഥാപാത്രം ഏത് കഥയ്ക്കുള്ളതുപോലെ തന്നെ രാവണനെയൊക്കെയാണ് ചിത്രീകരിച്ചിരുന്നത്. അതൊരു കഥാസന്ദർഭത്തിലൂടെ വളരെ ഭംഗിയായിട്ട് വിവരിക്കുമ്പോഴും അതിനുള്ള ആന്തരിക അർത്ഥം ഒരു മനഃശാസ്ത്ര തത്വം തന്നെയാണ്. നമുക്കറിയാവുന്ന പോലെ ബുദ്ധി എന്ന് പറയുന്നത് സീതയാണ്. അവിടെ ആത്മാവ് രാമനും, വിവേകം എന്ന് പറയുന്നത് ലക്ഷ്മണനും, പ്രാണൻ എന്ന് പറയുന്നത് സാക്ഷാൽ വായു ഭഗവാന്റെ പുത്രനായിട്ടുള്ള ഹനുമാനും, ആസുരീകത അല്ലെങ്കിൽ വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ സാക്ഷാൽ രാക്ഷസ രാജാവായിട്ടുള്ള രാവണനാണ്. രാവണൻ ഈ വില്ലൻ കഥാപാത്രമാണെങ്കിലും പരമഭക്തനായിരുന്നു. 10 തല എന്ന് പറയുന്ന 10 ഇൻ്റലിജൻസ് ഉള്ള ഒരു വ്യക്തിയാണ്, ബുദ്ധികേന്ദ്രമായിരുന്നു. പക്ഷെ അങ്ങനെ ബുദ്ധിയുള്ളവർക്കും അവിടെ മാലിന്യം വന്നു കഴിഞ്ഞാൽ സർവനാശവും വിതയ്ക്കുന്നു എന്നുള്ള സൂചന രാമായണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വേള ബുദ്ധി ഭ്രമിച്ചു പോയപ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം രാമായണത്തിൽ തുടങ്ങുന്നത്. സ്ത്രീ ബുദ്ധികേന്ദ്രമാണ്, പക്ഷേ സ്ത്രീയുടെ ബുദ്ധി ഭ്രമിച്ചു പോയൊരു അവസരത്തിൽ ഈ സന്ദർഭത്തിൽ വിവേകം പറഞ്ഞു, ലക്ഷ്മണൻ ഒരു ലക്ഷ്മണരേഖ വരച്ചു കൊടുത്തിട്ടാണ് പോകുന്നത്, അവിടുന്ന് മറികടക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ബുദ്ധിയെ ഭ്രംശം സംഭവിച്ചപ്പോൾ അവിടെ വിവേകം നഷ്ടപ്പെട്ടു. ലക്ഷ്മണരേഖ മറികടന്നതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് രാമായണത്തിൽ പിന്നീട് സംഭവിച്ചത്. പിന്നീട് രാക്ഷസ രാജാവ് അപഹരിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ ഈ ബുദ്ധിയെ വീണ്ടെടുക്കാൻ ആത്മാവ് ശ്രീരാമൻ നടത്തിയ ശ്രമങ്ങൾ, ആ ശ്രമത്തിന് കൂട്ടുപിടിച്ചത് ആരെയാണ്? പ്രാണനെയാണ്. ഹനുമാനെ കൂട്ടുപിടിച്ചു. അങ്ങനെ ഹനുമാനെയും വിവേകത്തെയും ലക്ഷ്മണനെയും കൂട്ടി മറ്റ് സന്നാഹങ്ങളെയും കൂട്ടി ലങ്കയിൽ പോയി യുദ്ധം ചെയ്ത് രാവണനെ വധിച്ച് ബുദ്ധിയെ വീണ്ടെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെയൊക്കെ സൂചന നൽകുന്നത് മനുഷ്യ ജീവിതത്തിൽ ഇതേപോലെ നിത്യനിതാന്തമായ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെ നേരിട്ട് മനസ്സിലാക്കാൻ പലപ്പോഴും പറ്റാതെ വരുന്നുണ്ട്. കഥകളിലൂടെയും കഥാസന്ദർഭങ്ങളിലൂടെയും രചിക്കപ്പെട്ട് വെച്ചിരിക്കുകയാണ് നമ്മുടെ എല്ലാ ഇതിഹാസങ്ങളിലും. അതിൽ ഏറ്റവും ശ്രേഷ്ഠവും വളരെ ലളിതവുമാണ് രാമായണം. അവിടെയാണ് രാമായണത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഊന്നുവടി പോലെയാണ്. ഏത് സാഹചര്യത്തിനും ഒരു വ്യക്തിയെ മുൻപോട്ട് നയിക്കുന്നതും ജീവിതത്തിൽ പ്രേരിപ്പിക്കുന്നതും ശക്തമായ വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഇരുട്ടിൽപ്പെട്ട ഒരാളുടെ കയ്യിൽ ഒരു ഊന്നുവടി കിട്ടിയതുപോലെയാണ്. അങ്ങനെ ഊന്നുവടിയുമായിട്ടാണ് പലരും പോകുന്നത്. പക്ഷേ അങ്ങനെ ഇരുട്ടിൽ പോകുന്ന ആ ഊന്നുവടിയുമായി പോകുന്ന വ്യക്തിയുടെ കയ്യിലേക്ക് ഒരു വിളക്കുകൂടെ ഉണ്ടെങ്കിലോ കൈവിളക്കുകൂടെ ഉണ്ടെങ്കിൽ ചുറ്റുമുള്ള ഇരുട്ട് മാറുന്നു. പ്രകാശപൂരിതമായി നമ്മുടെ ലക്ഷ്യം കണ്ട് യാത്ര ചെയ്യുന്നു. രാമായണം എന്ന് പറയുന്നത് തന്നെയാണ് രാമായണം, രാത്രി മായണം, തിരിച്ചറിവിലേക്ക് എത്തണം. അപ്പം വിശ്വാസങ്ങൾ എന്ന് പറയുന്ന ഒരു പരിധിവരെ മനുഷ്യനെ മുൻപോട്ട് നയിക്കാൻ സാധിക്കുമെങ്കിലും അതിൻ്റെ ഉള്ള ആന്തരിക അർത്ഥമായിട്ടുള്ള വിളക്ക്, കൈവിളക്ക് കയ്യിലുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ഇരുട്ട് മാറുന്നു, വ്യക്തികൾക്ക് മനസ്സിൽ ഭയമില്ലാതാകുന്നു,
ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുന്നു. അങ്ങനെ വിളക്ക് എന്ന് പറയുന്ന തിരിച്ചറിവാണ്. ഈ കഥകൾക്കുള്ള തിരിച്ചറിവ് ലഭിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് മാറ്റമുണ്ടാകുന്നു. അപ്പോൾ വിളക്ക് കത്തി നിൽക്കണമെങ്കിൽ എന്ത് വേണം? അതിനുള്ളിൽ എണ്ണ വേണം, ദിവസവും പകർന്നുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള അറിവുകളെയൊക്കെ നിത്യം പാരായണം ചെയ്ത് ഈ അറിവ് പുതുക്കിക്കൊണ്ടേയിരിക്കുമ്പോഴാണ് സത്യത്തിൽ നമുക്ക് എല്ലാ വിധത്തിലുള്ള അഭിവൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അതിന് മുറുകെ പിടിക്കുന്ന ഒരു അത്താണിയാണ് രാമായണം, അതും അതിലെ കഥാപാത്രങ്ങളും എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ രാമായണത്തിൻ്റെ പ്രസക്തിയും അത് തന്നെയാകുന്നു. ഈ പുതിയ തലമുറയ്ക്ക് ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിലുള്ള പലപ്പോഴും നമ്മൾ ഇതിൽ നിന്നൊക്കെ ആത്മീയതയിൽ നിന്നും ആധ്യാത്മികതയിൽ നിന്നൊക്കെ എന്തുകൊണ്ടാണ് പുതിയ തലമുറ അകന്നു പോകുന്നത്? അതിൻ്റെ കാരണം ഇതിൻ്റെ ഉള്ളിൽ ആന്തരിക അർത്ഥത്തിലേക്ക് ശാസ്ത്രീയതയെപ്പറ്റി അറിയാതെ പോകുന്നതും ഇനി അറിയിച്ചു കൊടുക്കേണ്ടവരായിട്ടുള്ള ആചാര്യന്മാർ കാലഘട്ടത്തിന് യോജിച്ച രീതിയിൽ ഇതിനുള്ള സാരാംശങ്ങൾ കൃത്യമായി എത്തിക്കാൻ പറ്റാതെ വരുന്നതുമാണ് ഇതിലേക്കുള്ള ശ്രദ്ധ പുതുതലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് മനഃശാസ്ത്രം തന്നെയാണ്. മനഃശാസ്ത്രത്തെ ആധുനിക കാലഘട്ടത്തിൽ ഉള്ള സയൻറ്റിഫിക്കായിട്ട് കൊടുക്കേണ്ടത് പണ്ട് കാലം മുതൽ ഈ ശാസ്ത്രശാഖയെല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുള്ള നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ തന്നെയാണ്. അത് കാലഘട്ടത്തിന് യോജിച്ച രീതിയിലുള്ള ഈ അറിവിനെ ഈ രാമായണം പോലുള്ള ഭഗവത്ഗീത പോലെയുള്ള അങ്ങനെയുള്ള ഓരോരോ നമ്മുടെ ടെക്സ്റ്റുകളിലും അടങ്ങിയിരിക്കുന്ന സന്ദർഭങ്ങളെ, അതിൻ്റെ പിന്നിലുള്ള സാരാംശങ്ങളെ എത്തേണ്ട രീതിയിൽ എത്താതെ വരുന്നതാണ് പുതിയ തലമുറയ്ക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളുള്ള അജ്ഞത ഇപ്പോഴും നിലനിൽക്കാനുള്ള കാരണം. ഒരുപക്ഷെ ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ കുറേയൊക്കെ തിരിച്ചറിഞ്ഞ് ഒരു പരിധി വരെയെങ്കിലും പല സംഘടനകളും പല ഹൈന്ദവീയമായ തലങ്ങളിലുമൊക്കെ ഇതിനെ പ്രൊമോട്ട് ചെയ്ത് വരുന്നുണ്ട്. അത് വലിയൊരു സൂചകമായിട്ട് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ രാമായണ വാരാചരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഗ്രഹങ്ങളിൽ എല്ലാ ദിവസവും വൈകിട്ട് നിത്യപാരായണം നടക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള ഹൈന്ദവ സംഘടനകൾ കൂട്ടായ്മകൾ സംഘടിപ്പിക്കാറുണ്ട്. കൂടാതെ നമ്മുടെ ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള നിത്യപാരായണം നടന്നു പോരുന്നുണ്ട്. ഇനി ഗ്രഹത്തിൽ നമുക്ക് കൃത്യമായ രീതിയിൽ അങ്ങനെ സൗകര്യം ഇല്ലാത്തവർക്ക് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലും രാവിലെ നമുക്ക് കേൾക്കാൻ രാമായണത്തിൻ്റെ ശീലുകൾ അവിടെ ചേർന്നിരുന്ന് പാരായണം ചെയ്യുന്നതും അത് ശ്രവിക്കുന്നത് പോലും ഈ കർക്കിടക മാസത്തിൽ രാമനും രാമകഥകളും അതിൻ്റെ ശ്രദ്ധയിൽ പെടുന്നത് പോലും ആന്തരികമായിട്ടുള്ള ഒരു വലിയ പരിവർത്തനത്തിനിടയാക്കുന്നു എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ ഒരു കൺസെപ്റ്റിലൂടെ, ഒരു ആശയത്തിലൂടെയാണല്ലോ നമ്മളെല്ലാം നേടിയെടുക്കുക. അപ്പോൾ അതിനായിട്ട് കുറച്ച് സമയം ഈ ഒരു രാമായണ മാസ ദിനങ്ങളിലെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ശ്രദ്ധ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. രാമായണ പാരായണം എന്നാണ് പറയുക. പാരായണം എന്ന് പറഞ്ഞാൽ നിത്യവും ആവർത്തിച്ച് ചൊല്ലുന്നതെന്നാണ്. ഇത് കിളിപ്പാട്ട് രൂപേണയാണ് രചിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇത് താളാത്മകമായ രീതിയിൽ ഒരു കവിത പോലെ അല്ലെങ്കിൽ ഗാനം പോലെ രചിക്കപ്പെട്ടത്? ഈ പുസ്തകങ്ങളൊക്കെ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളിലേക്കൊക്കെ ഇതാക്കിയത് ഒരുപക്ഷെ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അതിനു മുമ്പ് അച്ചടിയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എഴുത്തോലയിലായിരുന്നു എല്ലാം കുറിച്ച് വെച്ചിരുന്നത്. ലിപികൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള അറിവുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതെങ്ങനെയാണ്? മഹാപണ്ഡിതന്മാരായിട്ടുള്ള ഋഷീശ്വരന്മാർ ഈ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പ്രപഞ്ച രഹസ്യത്തെ അത് കഥാരൂപേണയാക്കിയത് തലമുറകളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഉരുവിട്ടാണ് ഈ അറിവുകൾ നിലനിർത്തി പോകുന്നത്. പിന്നീടാണ് മനുഷ്യൻ്റെ കാലോചിതമായ മാറ്റമനുസരിച്ച് അത് ലിപികളായി, ഓലകളിലാക്കി, ടെക്സ്റ്റുകളിലാക്കി. ഏതായാലും അന്നു മുതൽ ഇന്ന് വരെയുള്ള ഈ കാലഘട്ടത്തിൽ പോലും ഇതിന് രണ്ടാമതൊരു വെർഷൻ ഉണ്ടായിട്ടില്ല. വർഷാവർഷം ഇതിന് അപ്ഡേഷൻ വരുന്നില്ല. കാരണം എന്താ? ആദ്യം രചിക്കപ്പെട്ടത് എത്ര കൃത്യമായ രീതിയിൽ പ്രപഞ്ച സത്യം തന്നെയാണ്. സത്യത്തെ ഒരിക്കലും തിരിച്ച് മാറ്റി എഴുതാൻ പറ്റില്ലല്ലോ. അപ്പം ഒരിക്കലും മാറി മാറി എഴുതാൻ പറ്റുന്നതല്ല ഇതേപോലെയുള്ള ചരിത്ര ഗ്രന്ഥങ്ങൾ. അത് ആദ്യ കവി കൃത്യമായ രീതിയിൽ അന്ന് എഴുതി വെച്ചത് കൃത്യമായ ഇന്നും ഫോളോ ചെയ്ത് പോരുന്നു എന്നുള്ളതാണ്. ആവർത്തിക്കും തോറും പലപ്പോഴും 1, 2, 3 പ്രാവശ്യം ആവർത്തിച്ചാലൊന്നും അതിൻ്റെ ഉള്ളിലുള്ള സാരാംശം അറിയണമെന്നില്ല. അതുകൊണ്ടാണ് നിത്യം പാരായണം ചെയ്യുമ്പോൾ, റിപ്പീറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കൂടുതൽ അർത്ഥങ്ങളും അർത്ഥതലങ്ങളും വികാസം പ്രാപിച്ചു വരുന്നുണ്ട്. ഇന്നും രാമായണം ഓരോ വീടുകളിലും സ്ഥിരമായ രീതിയിൽ തന്നെ വായിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അത് ഒരു പ്രത്യേക സീസണിൽ വേണ്ടി മാത്രമുള്ളതല്ല. പക്ഷേ സീസണിൽ എത്രത്തോളം നമ്മളൊരു ഉത്സവം പോലെ ഇത് ആഘോഷിക്കാൻ കാരണം അതിൻ്റെ പ്രസക്തി കൂടുതൽ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് സാർവത്രികമായ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു പണ്ട്. ആത്മീയത എന്ന് പറയുന്നത് വേറിച്ച് നിർത്തേണ്ട കേസല്ല. നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് ആചാര അനുഷ്ഠാനങ്ങൾ അതിൽ ലയിച്ചാണ് ഭാരതീയ സംസ്കാരം പോയിരുന്നത്. അത് നമ്മൾ ഉറങ്ങുമ്പോൾ മുതൽ
അല്ലെങ്കിൽ ഉണരുമ്പോൾ മുതൽ ഉറങ്ങുന്നത് വരെയുള്ള ഓരോ മൂമെൻറ്റിലും ഓരോ മണിക്കൂറിലും നമ്മുടെ പ്രവൃത്തിയിൽ എല്ലാം തന്നെ ഈ ആധ്യാത്മികതയുടെ ഒരു ചേരുവയുണ്ടായിരുന്നു. ഉണരുമ്പോൾ തന്നെ നമ്മൾ കരാഗ്രഹസ്ഥയെ കരങ്ങളിൽ നോക്കിക്കൊണ്ടുള്ള പ്രാർത്ഥന, ഭൂമിയിൽ തൊട്ട് വണങ്ങിക്കൊണ്ട് എഴുന്നേൽക്കുന്നു. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ശുചീകരണത്തിന് പോകുമ്പോഴും ഒരു പ്രാർത്ഥനയോടെ, കുളിക്കുന്ന സമയത്തായാലും വെള്ളം കൈക്കുമ്പിളിൽ കോരി കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് സൂര്യനെ ദർശിച്ചുകൊണ്ട് വെള്ളം ഒഴിച്ചുകൊണ്ട് ജപിച്ചുകൊണ്ടാണ് ഓം ഭൂർഭുവസ്വഹ തസ്സവിതുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോഹനത് പ്രചോദയ. അവിടെ നിന്നും അടിക്കുന്ന സൂര്യകിരണങ്ങൾ ഈ ജലകണങ്ങളിലേക്ക് തട്ടി റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ 7 കളറുകൾ, അതായത് മഴവില്ലിൻ്റെ കളറുകൾ, ഈ 7 മഴവില്ലിൻ്റെ കളറുകളും മനുഷ്യ ശരീരത്തിൻ്റെ ഊർജ്ജ കേന്ദ്രങ്ങളെ ഉദ്ദീപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഊർജ്ജ കേന്ദ്രങ്ങൾ ഉദ്ദീപിക്കുമ്പോൾ മാത്രമേ ഒരു മനുഷ്യൻ എല്ലാ വിധത്തിലുള്ള ആരോഗ്യവും സംരക്ഷിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ സയൻസ് ഒന്നും അറിഞ്ഞല്ല പണ്ടുള്ളവർ ചെയ്തിരുന്നെങ്കിലും അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയത ഇതാണ്. അത് പണ്ടേ നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടെത്തിയിരുന്നു. അത് ചിട്ടയുടെ ഭാഗമാക്കി അനുവർത്തിച്ചു പോന്നു. ഈ അനുവർത്തനത്തിൻ്റെ പിന്നിലുള്ള സയൻസ് അറിയാതെ പോലും ചെയ്യുന്നത് എന്തായി മാറുന്നു? ഒരു ഗുണകരമായ മാറ്റത്തിലേക്ക് മനുഷ്യനെ നയിച്ചിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായാലും ആ ഭക്ഷണത്തെ നോക്കി 1 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് കഴിക്കുകയുണ്ടായിരുന്നു, ഉറങ്ങുന്നതിന് മുമ്പും. അങ്ങനെ മനുഷ്യൻ്റെ നിത്യജീവിതമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ആത്മീയതയുടെ ഒരു അംശം വെച്ച് പുലർത്തിയുള്ള ഒരു ജീവിത സംസ്കാരം നിലവാരം പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. അത് ഇടക്കാലം കൊണ്ട് നഷ്ടപ്പെട്ടതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു പുനരുജ്ജീവനം എന്നുള്ള നിലയ്ക്കാണ് നമ്മുടെ മഹത് ഗ്രന്ഥങ്ങളെ കൃത്യമായി അതിൻ്റെ മൂല്യം മനസ്സിലാക്കി മാറോട് ചേർത്തണച്ച് ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ അതിൻ്റെ ഒരു തുടക്കം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിജിനുവേഷൻ്റെ ഒരു ഭാഗമാണ് എല്ലാ വർഷവും മുടങ്ങാതെ ഈ ഒരു രാമായണ മാസാചരണം പോലും നമ്മൾ ആചരിച്ചു പോരുന്നു.